നീ 24 മണിക്കൂർ തുടർച്ചയായി കണ്ണ് ചിമ്മുന്നത് നിർത്തിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? 1 മണിക്കൂർ ആദ്യത്തിൽ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞാൽ കണ്ണുകൾ അസാധാരണമായി പ്രകാശമുള്ളതായി തോന്നും. റൂമിലെ വായു പോലും കണ്ണിൽ തട്ടി ചൊറിയുന്ന പോലെ തോന്നും. ഫോൺ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഓരോ അക്ഷരവും കത്തി പോലെ മൂർച്ചയോടെ കാണും. തലയുടെ വശങ്ങളിൽ ചെറിയൊരു വലി തുടങ്ങും. കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ തുള്ളി വീഴും. അപ്പോൾ നീ ചിന്തിക്കും, ഞാനിത് തുടങ്ങിയത് എന്തിന്? 4 മണിക്കൂർ ഇപ്പോൾ റൂമിലെ ഓരോ കാറ്റും ശത്രുവാണ്. കിച്ചണിലേക്കു നടക്കുന്നത് പോലും മണൽക്കാറ്റിലൂടെ നടക്കുന്നത് പോലെ തോന്നും. കണ്ണിന്റെ മേൽപ്പുറം തണുത്ത് മരവിച്ച പോലെ മാറുന്നു. ഭക്ഷണം കഴിക്കാൻ താഴേക്ക് നോക്കുമ്പോൾ കണ്ണിൽ കുത്തിയെന്ന പോലെ വേദന. നീ നേരെ മുന്നോട്ട് മാത്രം നോക്കും. കാരണം കാഴ്ചയുടെ അരികുകൾ എല്ലാം മങ്ങിത്തുടങ്ങുന്നു. നിന്റെ കണ്ണുനീർ ഗ്രന്ഥികൾ ജീവൻ രക്ഷിക്കാൻ ഓവർ ടൈം ചെയ്യുകയാണ്. 12 മണിക്കൂർ ഇപ്പോൾ കത്തുന്ന വേദന മന്ദമായ ഇടിച്ചിലായി മാറിയിരിക്കുന്നു. നിന്റെ നാഡീവ്യവസ്ഥ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ നീ അതെല്ലാം അവഗണിക്കുന്നു. ബൾബിന്റെ വെളിച്ചം പോലും തലയിൽ അമർത്തുന്ന ഭാരം പോലെ തോന്നുന്നു. നീ മണിക്കൂറുകളായി ആരുടെയും കണ്ണിലേക്കു നോക്കിയിട്ടില്ലെന്ന് അപ്പോൾ മനസ്സിലാകും. തറയിലേക്കു നോക്കുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്. 18 മണിക്കൂർ നിന്റെ കോർണിയയിൽ ചെറിയ ചെറിയ ചുരണ്ടലുകൾ രൂപപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ലോകം മുഴുവൻ മങ്ങിയ സ്വപ്നം പോലെ കാണുന്നു. കണ്ണടയ്ക്കാനുള്ള ശരീരത്തിന്റെ സ്വാഭാവിക ആവശ്യം ഇപ്പോൾ അതിക്രൂരമായി മാറിയിരിക്കുന്നു. നിന്റെ കൈകൾ വരെ വിറക്കുന്ന, കൺപീലികൾ സീസും പോലെ ഭാരമുള്ളത്. ഇപ്പോൾ നിന്റെ ലോകത്തൊരു ആഗ്രഹം മാത്രം ബാക്കിയുണ്ട്: ഇരുട്ട്. 24 മണിക്കൂർ വേദന ഇപ്പോൾ മരവിച്ചിരിക്കുന്നു. ജീവിക്കാൻ കഴിയാൻ വേണ്ടി നിന്റെ മസ്തിഷ്കം തന്നെ വേദനയുടെ ശക്തി കുറച്ചിരിക്കുന്നു. ജാലകത്തിനരികിൽ നിന്നു സൂര്യോദയം നോക്കുമ്പോൾ പോലും നിറങ്ങളെല്ലാം മങ്ങിയതായി തോന്നും. കണ്ണുകൾ ഒടുവിൽ അടക്കുമ്പോൾ അത് കച്ചമണലിൽ ചർമ്മം ഉരസുന്നതുപോലെ അനുഭവപ്പെടും. നീ കരുതും ഇപ്പോൾ ആശ്വാസം കിട്ടും. പക്ഷേ ഇരുട്ടിൽ കിടന്നിട്ടും കണ്ണുകൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. കാരണം നാളെ വെളിച്ചം ഇതിലും കൂടുതൽ വേദനിപ്പിക്കും.